വിജയിക്കാനും അള്ളാഹുവെ അവർക്ക് നീ തൗഫീഖും അതിനുള്ള എല്ലാ കഴിവുകളും നീ നൽകി അനുഗ്രഹിക്കണേ അല്ലാഹ്. നല്ല ഓർമ്മശക്തി നൽകണേ അല്ലാഹ്. പരീക്ഷ ഹാളിലേക്ക് ചെല്ലുമ്പോ 113 പ്രാവശ്യം യാ ബാഖി യാ അല്ലാഹ് എന്ന് ചൊല്ലിക്കൊണ്ട് കയറണം. വീട്ടിൽ നിന്ന് തന്നെ പുറപ്പെടുമ്പോ തന്നെ ചൊല്ലാൻ തുടങ്ങിയാൽ മതി. ഇനി അതിന്റെ അടുത്തെത്തുമ്പോ തീരുമെന്നുണ്ടെങ്കിൽ യാ ബാഖി യാ അല്ലാഹ്, ഖാഫാണ്, കാഫല്ല ഖാഫാണ്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം വിദ്യാർത്ഥിനികൾ. യാ ബാഖി യാ അല്ലാഹ് വലിയ റബ്ബിന്റെ ഒരു ഇസ്മാണ്. ആ ഇസ്മ 113 തവണ ചൊല്ലിയിട്ട് ഒരാൾ പരീക്ഷാ ഹാളിലേക്ക് കയറിയാൽ നല്ല ഓർമ്മശക്തി ഉണ്ടാകും. പഠിച്ചതൊക്കെ ഓർമ്മയിൽ വരും. പരീക്ഷയൊക്കെ ടെൻഷൻ ഇല്ലാതെ എഴുതാൻ കഴിയും. അതുകൊണ്ട് എല്ലാ വിദ്യാർത്ഥിനികളും പരീക്ഷാ ഹാളിലേക്ക് എത്തുന്നതിന് മുമ്പ് 113 തവണ, അത് എണ്ണം തെറ്റാണ്ട് ഒരു കണക്കൊക്കെ ഉണ്ട്. മൊബൈൽ ഫോണിൽ 9 10 ആണെങ്കിൽ 9 അടിച്ചടിച്ചാൽ ഫോൺ നമ്പർ പോകില്ല. 11 അടിച്ചാലും പോകില്ല. അത് 10 നമ്പർ ആണെങ്കിൽ 10 തന്നെ അടിക്കണം. അതുകൊണ്ട് എത്രയാണോ അതിന്റെ എണ്ണം അത് എത്ര തന്നെ ചെല്ലണം. അതുകൊണ്ട് കറക്റ്റ് ചൊല്ലിയിട്ട് 113 തന്നെ ചൊല്ലിയിട്ട് പരീക്ഷാ ഹാളിലേക്ക് കയറിയാൽ നിങ്ങൾക്ക് നല്ല ഓർമ്മശക്തിയും നല്ല പരീക്ഷയിൽ നല്ല മാർക്കോടെ വിജയിക്കാൻ കഴിയും. അതൊക്കെ പഠിച്ച വിദ്യാർത്ഥികൾക്കാണ്. പഠിക്കാതെ ഇങ്ങനെ പരീക്ഷ ഹാളിൽ പോയിട്ട് ഇതും ചെല്ലിയിട്ട് ചിലപ്പോൾ കാര്യം ഉണ്ടാവില്ല. അതൊക്കെ പഠിച്ചിട്ട് പോയി ചെല്ലിയാൽ അതിന്റെ ഫലം കിട്ടും ഇൻഷാ അല്ലാഹ്. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ, അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അതുകൊണ്ട് നന്നായി പഠിക്കുക, എന്നിട്ട് അതിന്റെ കൂടെ ഈ ദിക്റും ചൊല്ലുക. അപ്പൊ എല്ലാം നല്ല റാഹത്തിലാവും. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.